നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോടൊപ്പവും അതുപോലെ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള അവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് എനർജിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എനർജി കണക്ഷൻസ്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ, പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് വേണമെന്നുള്ളവർ മാത്രം പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും എടുത്തു നോക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻ്റെ ആണെങ്കിലും എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, കറൻറ്റ്ലി നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നിങ്ങളുടെ ബന്ധത്തിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഈ വ്യക്തിയെ വിശ്വസിക്കാവുന്ന ഈ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ആ വ്യക്തി ഏത് എനർജിയിലൂടെ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് കറൻറ്റ്ലി കടന്നു പോകുന്നത്, നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്കുള്ള ആ ഒരു ഫീലിങ്സ്, ട്രൂ ഫീലിങ്സ് എന്താണ്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ ചോദ്യങ്ങളുള്ള, തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ, നിങ്ങളുടെ റിലേഷനിൽ കർമ്മയാണോ അതോ മറ്റു വ്യക്തികളുടെ പ്രസൻസ് ആണോ സെപ്പറേഷനും ബ്ലോക്കേജിനും കാരണം, അതിനെ മറികടക്കാൻ സാധിക്കുമോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്താൽ സാധിക്കും. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഭാരം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്, സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങൾ എഴുതി കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ ഫ്രഷ് ആവുക. അത് എവരി ഡേ നിങ്ങൾ ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും പവർഫുൾ ആകുന്നത് വരെ റൈറ്റ് ഹീലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി പ്രസൻസുമായിട്ടുള്ള അവരുടെ ഒരു ഫ്യൂച്ചർ എനർജിയാണ്. തേർഡ് പാർട്ടിയുമായിട്ട് അവരുടെ ഒരു എനർജി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ 8 of Wandsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചിലരുടെ എനർജികളിൽ നോക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് എനർജി കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയും ഈ വ്യക്തിയും തമ്മിൽ ഇപ്പം വളരെ ദൂരം അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ എനർജിയുടെ പ്രസൻസിലാണ് നിൽക്കുന്നത്. ശരിക്കും കൂടിച്ചേരണം, ഒന്നിക്കണം, അല്ലെങ്കിൽ ഇവരെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവർക്കിടയിൽ ശക്തമാകുന്ന ഒരു പ്രോബ്ലംസ്, കോൺഫ്ലിക്റ്റ് ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് കാണുന്നത്. മാത്രവുമല്ല അവർക്കിടയിൽ ഒരു ബൗണ്ടറിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു വ്യക്തികളുടെ പ്രസൻസും ആ തേർഡ് പാർട്ടി എനർജിയെ കണക്റ്റ് ചെയ്ത് ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഇരയാക്കപ്പെട്ട ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ കണക്റ്റ് ചെയ്ത് കറൻറ്റ്ലി കാണാൻ സാധിക്കുന്നുണ്ട്. ഇരയാക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസ് കേട്ടോ. അപ്പോൾ ചതിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രാപ്പ് ഫീലിങ്സ്, തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ട്രാപ്പിലായിട്ടുണ്ട്. തേർഡ് പാർട്ടി അവരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ഭയപ്പെടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടിയെ കണക്റ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇവർക്ക് തമ്മിൽ എന്തോ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ എഗ്രിമെൻറ്റുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി എന്തെല്ലാമോ കാര്യങ്ങൾ തേർഡ് പാർട്ടിയോട് ഒരുമിച്ച് നിങ്ങളുടെ പേഴ്സൺ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനെ ബേസ് ചെയ്ത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ശക്തമായിട്ട് തന്നെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. ചിലരുടെയൊക്കെ എനർജിയിൽ നോക്കുമ്പോൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന, സെപ്പറേറ്റഡ് ആയിട്ട് ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവാകുന്ന ഭീഷണികൾ നിങ്ങളുടെ വ്യക്തി കറൻറ്റ്ലി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആകേണ്ടി വരും, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടി വരും.
ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തേർഡ് പാർട്ടിയിൽ നിന്നും ഈ പേഴ്സണ് ചുമ്മാ അങ്ങ് പുറത്തേക്ക് കടന്നു പോരാൻ പറ്റത്തില്ലാത്ത വിധം തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ബന്ധനത്തിലാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അത് കർമ്മഫലമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, എടുത്തുചാട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നും ചിന്തിക്കാതെ വളരെയധികം പ്രഷ്യസ് എന്ന് ചിന്തിച്ചോ അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവ് അല്ല വലിയൊരു സംഭവമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നോ ചിന്തിച്ച് ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ, കമ്മ്യൂണിക്കേഷനുകൾ, കൈമാറ്റങ്ങളൊക്കെ തന്നെയാണ് ഈ വ്യക്തിയെ കറൻറ്റ്ലി ഈ ഒരു ട്രാപ്പ് എനർജിയിലാക്കി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിരാശ തന്നെയാണ്, നഷ്ടബോധമാണ്, അതുപോലെ തന്നെ റിജക്ഷൻ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ 100% റിജക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ കിടക്കുന്ന ഈ ഒരു ട്രാപ്പ് എനർജിയിൽ നിന്നും, ഈ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും, ബ്ലാക്ക് മെയിൽ എനർജിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി പുറത്ത് കടക്കുക തന്നെ ചെയ്യും. പുറത്ത് കടക്കുക മീൻസ് അവർ ശക്തമായിട്ടൊരു ബൗണ്ടറി ഇട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒന്നും തേർഡ് പാർട്ടിയുമായിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ വ്യക്തി കണക്റ്റഡ് ആവുകയില്ല എന്നുള്ള സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ചിലരുടെ എനർജിയിൽ മാര്യേജിലേക്ക് പോകേണ്ടി വരുന്ന, വിവാഹ വാഗ്ദാനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിലേക്ക് പോകേണ്ടി വരുന്ന എനർജിയും നമുക്ക് തേർഡ് പാർട്ടിയിൽ കണക്റ്റഡ് ആണ്. കുറച്ച് ആളുകളുടെ എനർജിയിൽ മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടിയിൽ നിന്നും തേർഡ് പാർട്ടിയെ ശക്തമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് റിജക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ്, മൂവ് ഓൺ ചെയ്യാൻ, അതായത് എനിക്കിതിൽ താല്പര്യമില്ല, ഞാൻ ഇനി ഇതിൽ തുടരുന്നില്ല എന്ന് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് പറയാൻ സാധിക്കുന്ന പവർഫുള്ളായ ഒരു വിൽ പവർ എനർജി നിങ്ങളുടെ വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം വളരെ ശക്തമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വളരെ ശക്തമായിട്ട് ഭീഷണികൾ മുഴക്കുന്നുണ്ട്, അവരെ പേടിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവരുടെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട്, ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവരുടെ പ്രസൻസോടെ തേർഡ് പാർട്ടിയെ കണക്ട് ചെയ്തുകൊണ്ട് വിട്ട് പല രീതിയിലും നിങ്ങളുടെ വ്യക്തിയെ ടോർച്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഫ്യൂച്ചറിലേക്ക് തേർഡ് പാർട്ടിക്ക് നിരാശ തന്നെയാണ് ഫലം ലഭിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങളെല്ലാം വെറുതെ ആയി പോകുന്ന, അസ്തമിച്ചു പോകുന്ന സിറ്റുവേഷൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ശക്തമായിട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും. അതായത് ഇമോഷൻസിനെ, തേർഡ് പാർട്ടിയുടെ സ്നേഹപ്രകടനങ്ങളെ നിങ്ങളുടെ വ്യക്തി ഫ്യൂച്ചറിലേക്ക് ഒരു തുള്ളി പോലും വിശ്വസിക്കുകയുമില്ല, അക്സെപ്റ്റ് ചെയ്യുകയുമില്ല, അതിൽ ആകർഷിക്കപ്പെടുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമാകുന്നൊരു തിരിച്ചറിവ് വരികയും നിങ്ങളുടെ പേഴ്സൺ എലോൺ എനർജിയിൽ ഒറ്റയ്ക്ക് ഒരു ബൗണ്ടറി തീർത്ത് പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം ഇത് ഈ ഒരു പ്രൊട്ടക്ഷൻ ആവാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്നൊക്കെ പറയുന്നത് മുൻ സമയങ്ങളിൽ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തതിനെ ബേസ് ചെയ്ത് നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇപ്പം ഇരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന മാറ്റത്തിൻ്റെ കാരണം. അതുപോലെ തന്നെ സറണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസ്, പരാജയം സമ്മതിക്കുക, അതായത് ഇത് തെറ്റാണ് എന്നുള്ളതും ചെന്നുപെട്ടത് തെറ്റായൊരിടത്താണെന്നുള്ളതുമെല്ലാം നിങ്ങളുടെ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും നല്ലതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത്. തേർഡ് പാർട്ടി എനർജിയിൽ ഫാമിലിയുടെ പ്രസൻസും മാര്യേജ് എനർജിയുടെ പ്രസൻസും കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ചില വ്യക്തികളിൽ തേർഡ് പാർട്ടി എനർജി ഫാമിലി ആണെങ്കിൽ 100% ആ സിറ്റുവേഷൻസിൽ സറണ്ടർ ചെയ്യേണ്ടി വരുന്നുണ്ട്, ഹോൾഡ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹോൾഡ് ചെയ്യുമ്പോഴും മറ്റൊരു സിറ്റുവേഷൻസിനെ അവർ വിട്ട് കളയുന്നില്ല എന്നുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എനർജിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തേർഡ് പാർട്ടീനെയും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഫാമിലി എനർജിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് മാര്യേജ് എനർജിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടിയും വരുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയിൽ ചിലർ വിവാഹം പോലുള്ളൊരു എനർജിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് മദർ എനർജിയുടെ ഇൻവോൾവ് ആണ്. ആ ഒരു വിവാഹ
ആ ഒരു സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങളെ എത്തിക്കേണ്ടി വരുന്നത് ചിലരെ സംബന്ധിച്ച് ലീഗൽ പരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസും വിവാഹം പോലുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരുടെ എല്ലാം എനർജികളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. പക്ഷേ അങ്ങനെ പോയാൽ തന്നെ ഒരു 50% മാത്രമേ ആ ബന്ധത്തിന് പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. ബാലൻസ് സ്റ്റക്കായിട്ട് നിൽക്കാനാണ് സാധ്യത. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ടോട്ടലി നമുക്ക് ഈ എനർജിയിലേക്ക്, അത് ഫാമിലി ആയിക്കോട്ടെ, ഒരു മാര്യേജ് എനർജിയിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ എത്തിക്കുന്ന ബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി പോകുന്ന, അതായത് അവോയ്ഡ് ചെയ്ത്, അത് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവസാനിപ്പിച്ച് പോകുന്ന ബന്ധമായിക്കോട്ടെ, ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് യാതൊരുവിധ സംതൃപ്തിയും ഇല്ലാത്ത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ സാഹചര്യം കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് കൂടുതൽ എനർജി പുറത്തു പോകുന്നതായിട്ടാണ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ശക്തമായിട്ട് അവോയ്ഡ് ചെയ്ത് പുറത്തു പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ഫാമിലി എനർജിയും മാര്യേജ് എനർജിയിലേക്ക് എത്തിക്കുന്ന ശക്തമാകുന്ന ചില നടപടികളിലൂടെ അല്ലെങ്കിൽ പിടിച്ചെടുക്കലിലൂടെ മാര്യേജിൽ എത്തിക്കുന്ന ചില ബന്ധങ്ങൾ മാത്രമേ തേർഡ് പാർട്ടിയുമായിട്ടൊരു ഫ്യൂച്ചർ എനർജിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കണക്ഷൻസ് കേട്ടോ. അതുപോലെ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. നിങ്ങളെ തിരിച്ച് ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഓർമ്മകളിലാണ് കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇപ്പം നിലനിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു റീബർത്ത് എനർജി, വീണ്ടും ഒരു തുടക്കം, ഒരു പുതിയ സിറ്റുവേഷൻസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടും, എന്നാൽ നിങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന, നിങ്ങളോട് ഫേസ് ടു ഫേസ് വരാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആത്മാഭിമാനം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വിളിക്കണം, നിങ്ങളെ കണക്റ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് നല്ല രീതിയിലൊന്ന് പോകാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് ഇവർ ആഗ്രഹിക്കുമ്പോഴും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഈഗോ, അല്ലെങ്കിൽ മുൻ സമയങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതുമായ ചില കാര്യങ്ങൾ അവരെ ഉള്ളിലേക്ക് വലിഞ്ഞ് പോകാൻ, അതായത് അവരുടെ ആത്മാഭിമാനം എങ്ങനെ നിങ്ങളെ കണക്റ്റ് ചെയ്യും, എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്നുള്ള ആ ഒരു ചിന്ത അവരെ വേട്ടയാടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ശരിക്കും അവർ ഓർമ്മിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ഓർമ്മ മീൻസ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം ഈ പേഴ്സൺ വളരെ വ്യക്തമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിനകത്ത് ഫാമിലി എനർജി ഉള്ളവർ, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ കുടുംബാംഗമായിട്ട്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്ത പല ആളുകളുടെയും എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിനകത്തൊരു മത്സര ബുദ്ധി ക്രിയേറ്റ് ചെയ്തവർ, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് മൂല്യമില്ലാതാക്കിയവർ, അങ്ങനെ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഇൻവോൾവ് ആയിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട്, നിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജി ആയിട്ട്, പ്രഷ്യസ് ആയിട്ടുള്ള, അതായത് ഒരു അബണ്ടൻസ് ആയിട്ട് നിങ്ങളെ ആ വ്യക്തിയും ആ വ്യക്തിയോടൊപ്പം നിന്ന് നിങ്ങളെ റിജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വരുത്താൻ വേണ്ടി ഫൈറ്റിംഗ് ചെയ്ത വ്യക്തികളടക്കം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് മുന്നോട്ടേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു കുടുംബം, സമ്പൽ സമൃദ്ധമാകുന്ന ഒരു കുടുംബ ഐക്യത്തിൻ്റെ ഒരു എനർജി നിങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിക്കുന്ന ഒരു ഫ്യൂച്ചർ എനർജി, നിങ്ങളെ അംഗീകരിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയും നിങ്ങളെക്കാളും
ഇതിനേക്കാളും പ്രഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിലും നല്ലതൊന്നും എനിക്ക് ലഭിക്കാനില്ല എന്ന് നിങ്ങളുടെ വ്യക്തിയും ആ വ്യക്തിയുടെ ഒപ്പമുള്ള നിങ്ങൾക്കെതിരെ നിന്നിരുന്ന വ്യക്തികളടക്കം ചിന്തിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചർ എനർജി പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്നു. ഒരു പക്ഷേ അവരെ സംബന്ധിച്ചും അവരെന്തായിരുന്നു ആഗ്രഹിക്കേണ്ടിയിരുന്നത്, എന്തായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുക എന്നുള്ള തിരിച്ചറിവ് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് പ്രൗഢിയുള്ള ഒരു റെസ്പെക്റ്റ് ലഭിക്കാൻ പറ്റുന്ന, നിങ്ങളെ ആദരിക്കുന്ന, അതായത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒപ്പം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ ഒരു ഒരു ഭാഗ്യമായിട്ട് കാണും, അല്ലെങ്കിൽ ഒരു സൗഭാഗ്യമായിട്ട് കാണുക മാത്രമല്ല, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലെ യഥാർത്ഥ സോൾ കണക്ഷൻസ്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി, പാർട്ട്ണർ, അല്ലെങ്കിൽ എനിക്കൊപ്പം നിന്നാൽ എൻ്റെ ലൈഫിൽ പോലും, അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ പോലും വലിയ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചർ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും പറയാൻ പറ്റുന്നത്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്ന, നിങ്ങളെ ശത്രുഭാവത്തിലേക്കാക്കാൻ, നിങ്ങളെ അകറ്റാൻ മുൻകൈ എടുത്തവർ പോലും നിങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്കാണ് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ പോകുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിൽ മാത്രം നിങ്ങളുടെ റിലേഷനിലെ തകർച്ച, നഷ്ടബോധം ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം ഇതിനകത്ത് റിയൂണിയൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം അങ്ങനെ ഫ്യൂച്ചർ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു പെയിനിന് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിക്കേണ്ടി വരുന്ന കുറച്ച് ആളുകളുടെ എനർജിയും നിങ്ങളുടെ ബന്ധത്തിൽ അവർ മുൻകൈ എടുത്തു വരുത്തിയ ചില പ്രശ്നങ്ങളാണ് തകർച്ചയ്ക്ക് കാരണമെന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരുന്ന, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കേണ്ടി വരുന്ന കുറച്ച് ആളുകളുടെ എനർജിയും നമുക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കാർമിക് റിലേഷൻഷിപ്പാണ്. എത്രത്തോളം മുറുകെ പിടിച്ചാലും അതിൽ നിന്ന് പെയിൻ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ റിലേഷനിൽ നിലനിൽക്കണോ വെയിറ്റ് ചെയ്യണോ എന്ന് ആലോചിച്ച് നിൽക്കുക, അല്ലാത്തവർ പുറത്തു പോവുക എന്നാണ് പറയാൻ പറ്റുന്നത്. ചില ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. നിങ്ങളെ കൂടാതെ നിങ്ങളുടെ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചും ടോക്സിക്കാണ്, അവരെ സംബന്ധിച്ചും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങൾ അറിഞ്ഞു തന്നെ നിങ്ങളുടെ വ്യക്തിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷനെ നമുക്കിവിടെ കാണിച്ചു തരുന്നത് കാർമിക്കായിട്ടാണ്. ആ ഒരു ബന്ധം നിങ്ങൾക്ക് പെയിനാണ് ഫ്യൂച്ചറിലേക്ക് നൽകുകയുള്ളൂ എന്ന് കാണുന്നുണ്ട്. എന്താണെങ്കിലും ടോട്ടലി നമുക്ക് കാണാൻ പറ്റുന്നത്, അവരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിവുകളുണ്ട്, അവർ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷകരമാകുന്ന ഒരു ട്രാവലിംഗ്, ഇപ്പം നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ മറ്റൊരിടത്തേക്ക് നിങ്ങൾ ചേഞ്ച് ആവേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ പ്രഷ്യസ് ആയിട്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളെ ഒരു ഒരു മദർ ഗുഡ് എനർജിയോട് കൂടി ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യപ്പെടാവുന്ന ഏറ്റവും നല്ല ഒരു എനർജി ആയിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും നിങ്ങളുടെ പ്രാധാന്യം ആ ഒരു വ്യക്തി ഉൾക്കൊള്ളുകയും, അതായത് നിങ്ങളുമായിട്ട് കൂടി ചേർന്ന നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സെപ്പറേഷന് ഒരു പരിഹാരം കണ്ടാൽ ഏറ്റവും വലിയൊരു ബർഡൻ ഇറക്കി വെച്ചതിന് തുല്യമാകുമെന്നുള്ള ഒരു തിരിച്ചറിവെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ചില ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്നിലധികം വ്യക്തികളുടെയോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള ഈഗോയോ ഒക്കെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷനുള്ള കാരണം. അതായത് ഒന്ന് തുറന്ന് സംസാരിച്ചാൽ, ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സ് തുറന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ. പക്ഷേ ചിലതെല്ലാം ഇങ്ങനെ
ഊതി വീർപ്പിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ എനർജിയെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും എനർജിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്നുള്ളത് ഒരു കോളോ ഒരു മെസ്സേജോ കൊണ്ട് അവസാനിക്കാവുന്നതേ ഉള്ളൂ. അത് അവർക്കും വ്യക്തമായി മനസ്സിലാക്കി വരുന്നു. നിങ്ങൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ എനർജീനെയും ഡിവൈൻ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ.